ഹലോ ഗായ്സ്, എന്നാ ഉണ്ട് എല്ലാവർക്കും സുഖമാണോ? അപ്പം ഞാൻ രാവിലെ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോഴാണ് വാച്ച് ഇട്ടിട്ടില്ലല്ലോ എന്നോർത്ത് വാച്ച് നോക്കിയിട്ടൊന്നും കണ്ടില്ല. പിന്നെ എവിടെ നിന്നൊക്കെയോ ഞാൻ തപ്പി എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഇച്ഛ അല്ല മനീഷ് മുരളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മനീഷ് മുരളി ഏറ്റെടുത്ത് പറഞ്ഞു, ഈ ജീൻസും ടോപ്പും ഇട്ടുകൊണ്ട് നിന്നാൽ നിന്നെ കാണാൻ ഒരു പക്വത തോന്നുന്നില്ല, ബാങ്കിൽ നാളൊക്കെ വരുന്നതാണ്, അതുകൊണ്ട് പക്വത തോന്നുന്ന ഏതെങ്കിലും ഡ്രസ്സാണ്. പിന്നെ ഞാൻ ഓടി പോയത് എൻ്റെ ഈ ഒരു ചുരിദാറൊക്കെ വലിച്ച് കയറ്റിയിട്ട് കേട്ടോ. എന്നിട്ട് താഴെ വന്നപ്പോൾ നമുക്കൊരു ഡോക്യുമെൻ്റ് കൂടെ വേണമായിരുന്നു, അത് അക്കു എനിക്ക് കൊണ്ട് തന്നു കേട്ടോ. അങ്ങനെ അതും മേടിച്ചുകൊണ്ട് നമ്മൾ നേരെ ഇവിടെ ഒരു ഈ സേവാ കേന്ദ്രത്തിൽ കയറണമായിരുന്നു. പിച്ച അങ്ങോട്ട് പോയ സമയത്ത് ഞാനും കുട്ടും കൂടെ വണ്ടിക്കകത്തിരുന്നു കേട്ടോ. സോറി, പിന്നെ ഇച്ചാന്ന് പറഞ്ഞില്ലേ, സോറി മനീഷ്. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ സ്പീക്കർ വണ്ടിക്കകത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ പാട്ട് കേട്ടുകൊണ്ടിരുന്ന് പണി ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ എൻ്റെ സ്പീക്കർ പോകുമ്പോൾ എനിക്ക് തിരിച്ചെടുത്തുകൊണ്ട് പോകണം. എന്നിട്ടാണ് നമ്മൾ ബൈപ്പാസ് വഴിയാട്ടോ പോകുന്നത്. പാലത്തേൽ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ബൈപ്പാസ് കയറിയപ്പം ബ്ലോക്ക് ഇല്ലായിരുന്നു. ഇപ്പോൾ ചാച്ചിക്കവലയിലാണ് കേട്ടോ കട. അപ്പോൾ നമ്മൾ കടയിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ബാങ്കിലെ ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. കുട്ടുവിനെ ഫോണൊക്കെ കൊടുത്തിട്ട് അവരുടെ അടുത്ത് മാറ്റിയാക്കി ഇരുത്തി. അപ്പോൾ എനിക്ക് ഒരു ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യണമായിരുന്നു, എന്തൊക്കെയോ ഡോക്യുമെൻറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നേ. അങ്ങനെ അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ടൗൺ ബേക്കറി കയറി പാലും പിന്നെ കഴിക്കാനും എന്തൊക്കെയോ സാധനമൊക്കെ മേടിച്ചിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. വീട്ടിൽ വന്നു ഗൈസ്. വീട്ടിൽ വന്നപ്പോഴാണ് ഇവിടെ ഭയങ്കര പരിപാടിയൊക്കെ. അപ്പോൾ ഗൈസ്, ടാറ്റ ബൈ ബൈ, സീ യു.